സർക്കാർ നയങ്ങൾക്കെതിരെ കർഷക സംഘടനകൾ പ്രഖ്യാപിച്ച ഭാരത് ബന്ദ് ഇന്ന്. സംയുക്ത കിസാൻ മോർച്ച ഉൾപ്പെടെ വിവിധ തൊഴിലാളി സംഘടനകളാണ് ബന്ദിന് ആഹ്വാനം ചെയ്തത്. പ്രധാന നഗരങ്ങളിൽ റോഡ് തടയലിന് ആഹ്വാനമുണ്ട്. പഞ്ചാബിലെ മിക്ക സംസ്ഥാനങ്ങളിലും ദേശീയപാതകളിലും 4 മണിക്കൂർ അടച്ചിടും. ഹരിയാനയെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കേരളത്തിൽ രാജ്ഭവന് മുന്നിലും ജില്ലാ കേന്ദ്രങ്ങളിലും കർഷക പ്രതിഷേധമുണ്ടാകും. കഴിഞ്ഞ ഡിസംബറിലാണ് ബന്ദിന് ആഹ്വാനം ചെയ്തത്. കർഷക പെൻഷൻ, OPS, കർഷക നിയമ ഭേദഗതി എന്നിവ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ബന്ദ്. കർഷകരുടെ ഡൽഹി ചലോ മാർച്ചിനെ ഡൽഹി പോലീസ് തടഞ്ഞതിലും പ്രതിഷേധം ശക്തമാണ്. മൂന്നാർ ഫോറസ്റ്റ് ഡിവിഷന് കീഴിലെ താൽക്കാലിക വാച്ചർമാരെ പിരിച്ചുവിടാനുള്ള ഉത്തരവിൽ പ്രതിഷേധം കനക്കുകയാണ്. മൂന്നാർ DFOയുടെ ഉത്തരവ് പ്രതിഷേധാർഹമാണെന്ന് വാച്ചേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി വിനൂസ് കറിയ പറയുന്നു. വന്യമൃഗശല്യം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഉത്തരവ് വലിയ പ്രതിസന്ധിക്ക് ഇടയാക്കുമെന്നാണ് ആരോപണം. ദിവസങ്ങൾക്ക് മുൻപാണ് മൂന്നാർ ഡിവിഷന് കീഴിലുള്ള അടിമാലി, നേരിമംഗലം, ദേവികുളം, മൂന്നാർ ഫോറസ്റ്റ് റേഞ്ചുകൾക്ക് കീഴിൽ ജോലി നോക്കുന്ന താൽക്കാലിക വനംവകുപ്പ് വാച്ചർമാരെ പിരിച്ചുവിടാൻ ഉത്തരവ് വന്നത്. മാർച്ച് 31-ന് കാലാവധി കഴിയുമെന്നായിരുന്നു അറിയിപ്പ്. ഇതിനെതിരെ വിവിധ കോണുകളിൽ നിന്ന് പ്രതിഷേധമുയർന്നു. DFOയുടെ ഉത്തരവ് പ്രതിഷേധാർഹമാണെന്ന് ഫോറസ്റ്റ് വാച്ചേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി വിനു സക്കറിയ പറയുന്നു. വന്യമൃഗശല്യം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഉത്തരവ് വലിയ പ്രതിസന്ധികൾക്കിടയാക്കുമെന്നാണ് പരാതി. തികച്ചും നിഷേധാത്മക നിലപാടാണ് വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാർ എടുത്തുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ശമ്പളം പലർക്കും പല മാസങ്ങളിലായി കൊടുക്കാൻ കിടക്കുന്നു. 30 ദിവസം ജോലി ചെയ്താൽ 15 ദിവസം മുതൽ 20 ദിവസം വരെയാണ് അവർക്ക് ഇപ്പോൾ ശമ്പളം ലഭിക്കുന്ന സാഹചര്യമുള്ളത്. ഇത്തരം സാഹചര്യമൊക്കെ നിൽക്കുമ്പോഴാണ് ഈ വാച്ചർമാരെ പിരിച്ചുവിടാനുള്ള ഈ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. ശക്തമായി ആ തീരുമാനത്തിൽ പ്രതിഷേധിക്കുകയാണ്. ശക്തമായ സമരപരിപാടികളുമായി നടക്കുന്നത്. ഉത്തരവ് നടപ്പിലായാൽ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണം, വനവിഭവ ശേഖരണം, വനവികസനം തുടങ്ങിയ ബഡ്ജറ്റ് ഹെഡുകൾക്ക് കീഴിൽ ജോലി നോക്കുന്ന താൽക്കാലിക വാച്ചർമാരുടെ ജോലി നഷ്ടമാകും. വന്യജീവി ശല്യം രൂക്ഷമായി തുടരുന്ന ചിന്നക്കനാൽ, ശാന്തൻപാറ, ദേവികുളം അടക്കമുള്ള പ്രദേശങ്ങളിൽ വാച്ചർമാർ ഇല്ലാതാകുമെന്നാണ് ആശങ്ക. ന്യൂസ് 18 മൂന്നാർ. പിസ്സ മുതൽ പാനിപൂരി വരെ വിൽപ്പനയ്ക്കെത്തിച്ചുകൊണ്ടുള്ള വിദ്യാർത്ഥികളുടെ ഭക്ഷ്യപ്രദർശന വിൽപ്പനമേള കാണാൻ വൻ തിരക്ക്. വണ്ടൂർ ഗേൾസിലെ ഹൈസ്കൂൾ വിഭാഗം പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഭക്ഷ്യമേള നടത്തിയത്. ഇന്ന് വിപണിയിൽ കിട്ടുന്നതെല്ലാം ഒരൊറ്റ ക്ലാസ് മുറിയിൽ 40ഓളം വിദ്യാർത്ഥിനികൾ എത്തിച്ച ഭക്ഷ്യവസ്തുക്കളാണ് കാണാനും വാങ്ങിക്കാനും അവസരമൊരുക്കിയത്. പാനിപൂരി രുചിക്കാനാണ് മിക്കവരും തിരക്ക് കൂട്ടിയത്. ഡ്രീം കേക്കുകൾക്കും ആവശ്യക്കാരുണ്ടായിരുന്നു. 89 ഇനം ഭക്ഷണ സാധനങ്ങളാണ് ചൂടപ്പം പോലെ വിറ്റഴിച്ചത്. ആകർഷകങ്ങളായ ഓഫറുകളും പ്രത്യേകതയായിരുന്നു. ഫുഡ് ഐറ്റംസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ഫാൻസി സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം കുട്ടികൾ കൈ വെച്ച് ഉണ്ടാക്കിയത് തന്നെയാണ്. ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സംഭവമാണ്. മുത്ത് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്. എല്ലാം നല്ല വില കുറവിലാണ് കൊടുക്കുന്നത്. ഫുഡ് ഐറ്റംസ് ഡ്രീം കേക്ക്, ഇറാനി പോള, അങ്ങനത്തെ കടികളും ഉപ്പിലിട്ട സംഭവങ്ങളൊക്കെയാണ് ഉള്ളത്. മിസ് വില പറഞ്ഞിരുന്നു 50 രൂപേക്കാളും മുകളിൽ പാടില്ലാന്ന്. അപ്പൊ ചെറിയ പൈസക്കാണ് കുട്ടികൾ ചെയ്യുന്നത്. ഈ കടകളിലുള്ള സാധനങ്ങളൊക്കെ അതിനേക്കാളും കുറച്ചുകൂടി വില കുറച്ചിട്ടാണ് കുട്ടികൾ വെക്കുന്നത്. ഇതിലൂടെ കുട്ടികൾ എങ്ങനെ സെയിൽ ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിരുന്നുണ്ട്. 8-9 ക്ലാസ്സുകളിലെ കുട്ടികളാണ് ഒരു ദിനം കച്ചവടത്തിനായി മാറ്റിവെച്ചത്. ന്യൂസ് 18 മലപ്പുറം. സംസ്ഥാനത്ത് ആദ്യമായി എയ്ഡഡ് സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണം ഒരുക്കി കൊല്ലം ഇളമോട് ഗ്രാമപഞ്ചായത്ത്. കൊട്ടാരക്കര വാളിയോട് RVUP സ്കൂളിൽ ആയിരുന്നു സംസ്ഥാനതല ഉദ്ഘാടനം. ഇളമാട് ഗ്രാമപഞ്ചായത്തിലെ 6 എയ്ഡഡ് സ്കൂളുകളിലാണ് ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതി വിഹിതം ഉപയോഗിച്ചുകൊണ്ട് പ്രഭാത ഭക്ഷണം ഒരുക്കുന്നത്. പഞ്ചായത്ത് പരിധിയിലുള്ള 6 LP-UP സ്കൂളുകൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക. സംസ്ഥാനത്ത് ആദ്യമായി നടപ്പിലാക്കിയ പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി C. ചിഞ്ചുറാണി നിർവഹിച്ചു. പ്രാർത്ഥന ചെല്ലുമ്പോൾ നമുക്കറിയാം പല കുട്ടികൾക്കും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ ഗവൺമെൻറ് സ്കൂളിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് പ്രഭാത ഭക്ഷണം കൊടുക്കുമ്പോൾ എയ്ഡഡ് മേഖലയിലെ കുഞ്ഞുങ്ങൾക്ക് അതില്ലാത്തൊരവസ്ഥയാണ് ഇന്ന് പലപ്പോഴും കാണുന്നത്. തീർച്ചയായിട്ടും അത് മാറ്റിയെടുക്കുവാൻ
ഇത്തരത്തിലൊരു നല്ല പ്രോജക്റ്റിന് രൂപം കൊടുത്ത ഇളമാട് ഗ്രാമപഞ്ചായത്തിന് അതിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. കാരണം കേരളത്തിലുള്ള നമ്മുടെ എയ്ഡഡ് മേഖലയിൽ ഇല്ല എന്ന് പറയണ്ട, നമ്മുടെ മണ്ഡലത്തിൽ തന്നെ കുമ്മിൾ ഉള്ള ഒരു ഗ്രാമപഞ്ചായത്ത്, നമ്മുടെ തന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ആശുപത്രിക്കാർ ഇതിനു വേണ്ടി അവർ വന്നിട്ടുണ്ട്. അതെല്ലാവരും നമ്മൾ നേരത്തെ തന്നെ ഉദ്ഘാടനം ചെയ്തു. അത് പല സ്കൂളുകളിലുണ്ട്. 6 സ്കൂളുകളിലായി 674 കുട്ടികളാണ് പദ്ധതിയുടെ പരിധിയിൽ വരുന്നത്. ഓരോ ദിവസവും കുട്ടികൾക്ക് നൽകാനുള്ള പ്രഭാത ഭക്ഷണത്തിന്റെ മെനു തയ്യാറാക്കി HMന് നൽകിയിട്ടുണ്ട്. 2023-24 വർഷത്തിലേക്ക് 5 ലക്ഷം രൂപയും 24-25 വർഷത്തേക്ക് 10 ലക്ഷം രൂപയുമാണ് DPCയിൽ നിന്നും അംഗീകാരം നേടി അനുവദിച്ചിട്ടുള്ളത്. എയ്ഡഡ് സ്കൂളുകളിൽ ആദ്യമായി പ്രഭാത ഭക്ഷണം ഒരുക്കാൻ കഴിഞ്ഞതിൽ വലിയ അഭിമാനമുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറയുന്നു. ന്യൂസ് 18 കൊട്ടാരക്കര.